അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാടകം തുടങ്ങി അല്ലേ? നാടകത്തിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അർത്ഥം വെച്ചു കഴിഞ്ഞു, കർട്ടൻ താന്നു. ഇനി നമുക്ക് തുടരാം. നാടകത്തിലെ കഥാപാത്രങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, മറന്നു പോകരുത്. ആരൊക്കെയായിരുന്നു? ഒന്നും കൂടെ ഞാൻ പറയാം. ഒന്ന് 30 വയസ്സുള്ള ഒരു യുവാവ്, അതാരാണ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം. പിന്നെ രണ്ടാമത്തത് മാലിക്കത്ത്. മാലിക്കത്ത് എന്ന് പറഞ്ഞാൽ സ്വാഹിബത്തുൽ ബുസ്താൻ, തോട്ടത്തിൻ്റെ ഉടമസ്ഥ അല്ലേ? മൂന്നാമത്തത് മഅ്തൂഖ്. മഅ്തൂഖ് എന്ന് പറഞ്ഞാൽ ഖാദിമത്ത് മാലിക്കത്തി, ഈ തോട്ട ഉടമസ്ഥയുടെ യജമാനൻ എന്ന് പറഞ്ഞാൽ തോട്ട ഉടമസ്ഥയുടെ യജമാനല്ല, തോട്ട ഉടമസ്ഥയുടെ പരിചാരകൻ. പരിചാരകൻ മാത്രമല്ല, മുറാക്കിബുൽ ബുസ്താനും കൂടിയാണ് അല്ലേ? മുറാക്കിബുൽ ബുസ്താൻ ആ തോട്ടത്തിൻ്റെ സൂപ്പർവൈസറും കൂടിയാണ്. പിന്നെ അടുത്തുള്ള ഷഖീഖുൽ ബൽഖി. ഷഖീഖുൽ ബൽഖി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ സുഹൃത്ത്. അതേപോലെ പിന്നെ മറ്റൊരു കഥാപാത്രമാണ് അൽ മർഅത്തു. ഒരു സ്ത്രീ ഉണ്ട് അല്ലേ? ആ ഒരു വിധവയായ ഒരു സ്ത്രീ ഉണ്ട്. കുട്ടികളുടെ യതീം കുട്ടികളുടെ ഉമ്മയായ ഒരു വിധവയായ ഒരു സ്ത്രീ ഉണ്ട്. പിന്നെ കൂടാതെ ഈ തോട്ട ഉടമസ്ഥയായ സ്ത്രീയുടെ 2 ചങ്ങാതിച്ചികളായ സ്ത്രീകളും വേറെയും. ഇവരൊക്കെയാണ് നമ്മുടെ നാടകത്തിലെ കഥാപാത്രങ്ങൾ. പോകട്ടെ, നമുക്ക് തുടരാം. നതഖയ്യലു. ഇപ്പോൾ ഇതുവരെ നമ്മൾ നാടകം കേട്ടു, മനസ്സിലാക്കി, കർട്ടൻ താന്നു. ഇവിടെ നമുക്ക് 1-2 വർക്കുകളുണ്ട്. നതഖയ്യലു നമുക്ക് ഭാവനയിൽ കൊണ്ടുവരാം. വനക്തുബു നമുക്ക് എഴുതാം. റജഅത്തിൽ മർഅത്തു, ആ സ്ത്രീ ഉണ്ടല്ലോ. അപ്പോൾ എവിടെ നമ്മൾ അവസാനിച്ചത്? നമ്മുടെ ഇബ്രാഹിം അദ്ഹമിൻ്റെ അടുത്തൊരു പെണ്ണ് വന്നു. ആ പെണ്ണ് പഴങ്ങൾ, ഫ്രൂട്ട്സുകൾ ആവശ്യപ്പെട്ടു, അങ്ങനെ കൊടുത്തു. ആ പെണ്ണ് എവിടേക്ക് പോവാണ്? റജഅത്ത്, മടങ്ങി. അൽ മർഅത്തു, ആ സ്ത്രീ മടങ്ങി. ഇല കൂഹിഹ. കൂഹ് മീൻസ് ടെൻറ്റ്, കൂര എന്നൊക്കെ പറയാം. മനസ്സിലായോ? വളരെ ചെറിയ പുരക്കാണ് കൂര എന്നൊക്കെ പറയാം അല്ലേ? അവരുടെ കൂരയിലേക്ക് അവർ മടങ്ങി. വഫി യദിഹ, അവളുടെ കൈവശമുണ്ട് അൽ ഫവാക്കിഹു, ഇവിടുന്ന് കിട്ടിയ എന്തുണ്ട്? ഫ്രൂട്ട്സ് ഉണ്ട്. വഖിത്അത്തു ഖുബ്സിൻ, ഈ ഇബ്രാഹിം അദ്ഹം കൊടുത്ത ആ റൊട്ടിയുടെ കഷ്ണവുമുണ്ട്. മദ്ദത്ത് ഹ, മദ്ദത്ത് അവൾ നീട്ടി, അവകളെ എന്ന് പറഞ്ഞാൽ ആ റൊട്ടിയെയും റൊട്ടി കഷ്ണത്തെയും ഈ ഫ്രൂട്ട്സിനെയൊക്കെ നീട്ടി ഇലൽ ഔലാദി, കുട്ടികളിലേക്ക് നീട്ടി. ഇനി ഇവിടെ 2 വർക്കുകൾ തന്നിട്ടുണ്ട്. ഒന്ന്, നതഖയ്യലുൽ ഹിവാർ അല്ലദി ദാറ ബൈനൽ ഉമ്മി വ ഔലാദിഹ. നതഖയ്യലു നമുക്ക് ഭാവിക്കാം. അൽ ഹിവാറ, ഹിവാർ മീൻസ് സംഭാഷണം. അല്ലദീ ദാറ ബൈനൽ ഉമ്മി, ആ കുട്ടികളും ആ ഉമ്മയും തമ്മിൽ നടന്നൊരു സംഭാഷണം, ആ സമയത്ത് നടന്ന ഒരു സംഭാഷണം. അത് നമുക്ക് ഭാവനയിൽ കൊണ്ടുവന്ന് എഴുതാം. എങ്ങനെ നമുക്ക് എഴുതാം? കയറി വരുന്ന സമയത്ത് സലാം പറയും, സലാം അടക്കും. അവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ എവിടെ നിന്നാണ് ഉമ്മ ഭക്ഷണം കിട്ടിയത്, അങ്ങനെ തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ. അത് എളുപ്പത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ 10ാം ക്ലാസ്സുകാരാണ്, സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാൻ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒന്ന് കാണിക്കാം. ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫോളോ ചെയ്യരുത്. നിങ്ങൾ സ്വയം ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കിട്ടാതെ വരുമ്പോൾ അതിലുള്ള തെറ്റുകളൊക്കെ ഇതിൽ നോക്കി തിരുത്തി, ഇനി കിട്ടാത്തൊരു കണ്ടീഷനാണെങ്കിൽ ഇതിൽ നിന്ന് പലതും ഉപയോഗപ്പെടുത്തി പഠിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. ഇതാണ് ആ കുട്ടികളും ഉമ്മയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം. നമുക്ക് എങ്ങനെ വായിക്കാം? വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ. അസ്സലാമു അലൈക്കും, ഉമ്മ കയറി വരികയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ കുട്ടികൾ വലൈക്കും അസ്സലാം അഹ്ലൻ യാ മാമ. മാമ എന്ന് പറഞ്ഞാൽ ഉമ്മ, സ്വാഗതം. അൽ വാലിദത്തു
ഉമ്മ ഹൽ ത്വാല അലൈക്കുമുൽ ഇന്തിലാറ, ഹൽ ത്വാല ദീർഘിച്ചുവോ, അലൈക്കും നിങ്ങൾ, അൽ ഇന്തിലാറ പ്രതീക്ഷിക്കൽ, നിങ്ങൾ എന്നെ കാത്ത് കുറേ നേരം ഇരുന്നോ എന്ന് ചോദിക്കൂലേ, അതാണ് അങ്ങനെ ആ ചോദ്യമാണ് അറബിയിൽ ഇങ്ങനെ ചോദിക്കുക. നിങ്ങൾ എന്നെയും കാത്ത് ഒരുപാട് സമയം, കുറേ സമയം ഇവിടെ ഇരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഹൽ ത്വാല അലൈക്കും നിങ്ങൾ ദീർഘിച്ചുവോ, അൽ ഇന്തിലാറ കാത്തിരിക്കൽ, അൽ ഔലാദ് കുട്ടികൾ, തൊബൻ നേം, തൊബൻ എന്ന് പറഞ്ഞാൽ നേം അതെ. ഹൽ വജത്ത് ഷെയ്യൻ ഉമ്മ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, അൽ വാലിദത്തു ഉമ്മ പറയാണ് നേം ഔലാദി കിട്ടി അതെ. തമുദ്ദുൽ കീസു നെഹവൽ ഔലാദി എന്നിട്ട് ഉമ്മ കുട്ടികൾക്ക് നേരെ ആ കീസ് നീട്ടിക്കൊടുത്തു. അപ്പോൾ ഔലാദു കുട്ടികൾ യൻളുറൂനൽ കീസി മഅ തഅജ്ജുബി വസ്സുറൂറി ആ കീസിലേക്ക് വളരെ അത്ഭുതത്തോടെയും സന്തോഷത്തോടു കൂടെയും നോക്കുകയാണ്. യൻളുറൂന അവർ നോക്കുന്നു, ഇലൽ കീസി കീസിലേക്ക്, മഅ തഅജ്ജുബി അത്ഭുതത്തോടെ, വസ്സുറൂറി സന്തോഷത്തോടെ, കാരണം ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുകയാണ് അല്ലേ. അങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് വിശപ്പിൻ്റെ കാഠിന്യത്തോടു കൂടി ഇരിക്കുന്നവർക്ക് മുമ്പിലേക്ക് പിന്നെ ഭക്ഷണപ്പൊതി നീട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം അത് നമുക്കറിയില്ല അല്ലേ, കാരണം നമ്മളത്രമാത്രം വിശന്നിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവർ ആ കീസിലേക്ക് നോക്കി. ഹായ് തുഫാഹ്, ഹായ് ഇനബ്, ഹായ് ഖുബുസ്, കുട്ടികളാണ്. പിന്നെ സന്തോഷത്തോടു കൂടി ആപ്പിളുണ്ട്, ഇനബുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെ റൊട്ടിയുണ്ട്. മിൻ ഐനയാ മാമ, ഇതൊക്കെ എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത് ഉമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ വാലിദത്തു പറയാണ് മിൻ ഹാരിസിൽ ബുസ്താൻ, ആ തോട്ടത്തിൻ്റെ കാവൽക്കാരൻ തന്നതാണ്. അൽ ഔലാദ് അയത്താക്കി ഹദിയത്തൻ, നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണോ അതോ ഹദിയ കിട്ടിയതാണോ? അയത്തോക്കി ഹദിയ എന്ന് പറഞ്ഞാൽ സമ്മാനമായിട്ട്, ഹദിയായിട്ട് തരിക എന്ന് പറയില്ലേ, സ്വതക്കയായിട്ട് തരിക. അയത്വാക്കി ഹദിയത്തൻ, നിങ്ങൾക്ക് അദ്ദേഹം വെറുതെ തന്നതാണോ അതാ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയതാണോ? അപ്പോൾ ഉമ്മ പറയാണ് ഞാൻ യാ ഔലാദി, എനിക്ക് അദ്ദേഹം വെറുതെ തന്നതാണ്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. നതഖയ്യലുൽ അഹ്ദാസ ബഅദ റുജൂഇൽ മർഅത്തി, രണ്ട് വർക്കാണ് ഇവിടെ ഉള്ളത്. നതഖയ്യലു നമുക്ക് ഭാവിക്കാം, അൽ അഹ്ദാസ ചർച്ചകൾ, ബഅദ റുജൂഇൽ മർഅത്തി ഈ സ്ത്രീ വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം, ഇലാഹ്ലിഹ അവളുടെ കുടുംബത്തിലേക്ക് കുട്ടികളിലേക്ക് മടങ്ങി വന്നതിന് ശേഷം നടന്ന ചർച്ചകൾ നമുക്ക് ഭാവിക്കാം. വനക്തുബുഹ ഹിക്കായത്തൻ, അവയെ നമുക്കൊരു ഹിക്കായത്തായിട്ട് എഴുതുകയും ചെയ്യാം. ഹിക്കായത്ത് മീൻസ് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട്, ഒരു കുറിപ്പാക്കിയിട്ട് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം, ബഅദമ ദഖലത്തിൽ മർഅത്തു. ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണേ. ഈ കോൺവെർസേഷനും അതേപോലെ ഹിക്കായത്തൊക്കെ നിങ്ങൾ എഴുതുക മാത്രം പോരാ, പരീക്ഷ അടുത്ത് വരികയാണ്. നിങ്ങൾക്കറിയാലോ സർക്കാരിൻ്റെ തീരുമാനങ്ങളൊക്കെ നിർബന്ധമായിട്ടും പരീക്ഷ നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, നമ്മൾ റെഗുലർ ക്ലാസ് ഇല്ല, പണിഷ്മെൻ്റ് ഇല്ല എന്നൊന്നും വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. നിങ്ങളുടെ ഭാവിയാണ്, 10ാം ക്ലാസ്സാണ്, നിർബന്ധമായിട്ടും ഇവകൾ എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണം കേട്ടോ. ബഅദമ ദഖലത്തിൽ മർഅത്തു, ആ സ്ത്രീ പ്രവേശിച്ചതിന് ശേഷം, ഇലാ ബൈത്തിഹ അവളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം, ജാ അൽ ഔലാദു കുട്ടികൾ വന്നു, ഇലൈഹ അവളുടെ അടുത്തേക്ക്, മൽ ഫറഹി സന്തോഷത്തോടെ, വസ്സഅത്തിൽ മർഅത്തു ആ സ്ത്രീ നീട്ടി, അൽ ഖുബുസ വൽ ഫവാക്കിഹ ബൈനൽ ഔലാദി കുട്ടികൾക്കിടയിൽ, ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും, ഖുബുസ് റൊട്ടിയുടെ കഷ്ണവും അവരിലേക്ക് നീട്ടി. വനളറത്ത് ഇലാ സുറൂരിഹിം, വനളറത്ത് ആ സ്ത്രീ നോക്കി, ഇലാ സുറൂരിഹിം ആ സമയത്ത് ആ കുട്ടികൾക്കുണ്ടായ സന്തോഷം, ജോയിഹിം അവരുടെ വിശപ്പ് കൊണ്ടാണ് ആ മുഖത്ത് ആ സന്തോഷം അല്ലേ, ആ വിശപ്പിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് നോക്കി. ഖാലത്ത് ഫി നഫ്സിഹ ആ സ്ത്രീ മനസ്സിൽ പറഞ്ഞു, അഷ്കുറുക യാ റബ്ബി എൻ്റെ റബ്ബേ നിനക്ക് നന്ദി, അലാ ഹാദിഹി നിഅമതി നീയാണല്ലോ എനിക്ക് ഈ ഭക്ഷണം നൽകിയവൻ. ഈ കുട്ടികൾ വിശന്നിരിക്കുന്ന സമയത്ത് ഞാൻ പോയപ്പോൾ ആ ഹാരിസ് മീൻസ് തോട്ടക്കാവൽക്കാരൻ അല്ലേ,
അദ്ദേഹത്തിനിക്ക് എന്നോടൊരു കനിവ് തോന്നി ഭക്ഷണം നൽകാൻ, നീയാണല്ലോ കാരണക്കാരൻ, അതുകൊണ്ട് റബ്ബേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞു. ബഅദമാ ദഖലത്തിൽ മർഅതു ഇലാ ബൈതിഹ ജാഅൽ ഔലാദു ഇലൈഹ മഅൽ ഫർഹി വസ്സഅത്തിൽ മർഅതു അൽ ഖുബ്സ വൽ ഫവാക്കിഹ ബൈനൽ ഔലാദി വനളറത് ഇലാ സുറൂരിഹിം വജൂഇഹിം വഖാലത് ഫീ നഫ്സിഹ അഷ്കുറുക യാ റബ്ബി അലാ ഹാദിഹിൻ നിഅമതി. ഇതാണ് രണ്ടാമത്തെ വർക്ക്. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ നാടകം തുടരാം. അൽ മഷ്ഹദുസാനി, സെക്കൻഡ് പാർട്ട്. യർത്തഫ്യോ സിത്താറു, കർട്ടൻ ഉയരുന്നു. ആ കർട്ടൻ ഉയരുന്ന സമയത്ത് എന്താണ് സ്റ്റേജിൽ കാണുന്നത്? ഗുർഫത്തുൻ, ഒരു റൂം. ഫാഹിറത്തുൻ, പ്രൗഢമായ എന്ന് പറഞ്ഞാൽ നല്ല അലങ്കൃതമായ ഒരു റൂം. ലിൽ ഇസ്തിഖ്ബാൽ, സ്വീകരണ റൂം. അപ്പോൾ ഒരു സ്വീകരണ റൂമാണ് കാണുന്നത്. ഗുർഫത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ സ്വീകരണ മുറി. അത് എങ്ങനെയുള്ളതാണ്? ഫാഹിറത്തുൻ, വളരെ പ്രൗഢമായിട്ടുണ്ട്. എങ്ങനെ അലസമായി കിടക്കുന്നതല്ല, നല്ല മനോഹരമായ ഒരു റൂം. മനസ്സിലായോ? ഫാഹിറത്തുൻ എന്ന് പറഞ്ഞാൽ പ്രൗഢമായ. തജ്ലിസുൻ നിസ്വത്തു അല അരീക്കത്തിൻ, ആ റൂമിലെ സോഫയിൽ, അരീക്കത്ത് എന്ന് പറഞ്ഞാൽ സോഫയൊക്കെ ഇട്ട് മനോഹരമാക്കിയ ഒരു റൂമാണ് കർട്ടൻ പൊങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത്. തെജ്ലിസു, ഇരിക്കുന്നു. അൻ നിസ്വത്തു, സ്ത്രീകൾ. നിസ്വത്ത് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. നിസ്സാഉം ജമ്മ് നിസ്വത്ത്. സ്ത്രീകൾ ഇരിക്കുന്നു. അല അരീക്കത്തിൻ, സോഫയുടെ മേൽ. തത്തഹദ്ദസു, അവർ വർത്തമാനം പറയുന്നു. സ്വാഹിബത്തുൽ ബുസ്താൻ, അപ്പോൾ കുറേ സ്ത്രീകളുണ്ട്. അവരാരുമായിട്ടാണ് സംസാരിക്കുന്നത്? സ്വാഹിബത്തുൽ ബുസ്താൻ, നമ്മളെ കഥാപാത്രമായ കഥയിലുള്ള തോട്ട ഉടമസ്ഥയായൊരു സ്ത്രീ ഉണ്ടല്ലോ, അവളുമായിട്ട് സംസാരിക്കുകയാണ്. മാൻ നിസ്വത്തി, മറ്റുള്ള സ്ത്രീകളോടൊപ്പം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അമാമഹുന്ന, അവരുടെ മുമ്പിലുണ്ട്. സല്ലത്തുൽ ഫവാക്കിഹി, സല്ലത്തുൻ ഒരു കൊട്ടയില്ല, നിങ്ങളവിടെ എന്താ പറയുക, കൂട്ട, ഒരു പാത്രമുണ്ടെന്ന് സങ്കല്പിച്ചു. അൽ ഫവാക്കിഹി, ഫ്രൂട്ടുകൾ വെച്ച. അൽ മുതനവ്യത്തി, പലതരം ഫ്രൂട്ടുകൾ. ഇപ്പോൾ നമ്മൾ സോഫയിലിരിക്കുകയാണ്, അവിടെ ഒരു ടീഫോയ് ഉണ്ട്. ആ ടീഫോയിൻ്റെ മുകളിൽ പാത്രമുണ്ട്. ആ പാത്രത്തിൽ വിവിധങ്ങളായ മുത്തനവ്യത്ത്, പലതരം ഫ്രൂട്ട്സുകളുണ്ട്. യഖൂമു ഇബ്രാഹിം നിൽക്കുന്നു. അപ്പോൾ മയത്തൂക്കുമുണ്ട് ആ റൂമിൽ. ഇബ്രാഹിമുബിനു അദ്ദേഹമുണ്ട്, മയത്തൂക്കുമുണ്ട്. മയത്തൂക്കാരാണ്? ആ തോട്ടത്തിൻ്റെ സൂപ്പർവൈസർ അല്ലേ. ഫി സാവിയത്തിൽ ഓർഫത്തി, ആ റൂമിൻ്റെ ഒരു മൂലയിൽ, ഒരു കോർണറിൽ ഇവരുമുണ്ട്. മാലിക്കത്ത്, ഈ മാലിക്കത്ത് എന്ന് പറഞ്ഞാൽ തോട്ട ഉടമസ്ഥ. നാദിറത്തുൻ ഇലാ ഇബ്രാഹിമിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അൻതല്ലദീ ജമഅത ലനൽ ഫവാക്കിഹ, അൻത, നീയാണോ, ജമഅത ഒരുമിച്ച് കൂട്ടിയത്, ലന നമുക്ക്, അൽ ഫവാക്കിഹ ഈ ഫ്രൂട്ടുകൾ. മനസ്സിലായില്ല? ഈ ഫ്രൂട്ടുകളൊക്കെ നീയാണോ കൊണ്ടുവന്നത് എന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചു. ഇബ്രാഹിം ഖജ്ലൻ, നഅം യാ സയ്യിദത്തി, മാഡം അതെ ഞാനാണ് കൊണ്ടുവന്നത്. അൽ മാലിക്കത്തു, അപ്പോൾ ഉടമസ്ഥ പറയാണ്, അലം ഉഅക്കിദ് അലൈക അൻ തഖ്താറ അഫ്ളൽ ഫവാക്കിഹി, അലം ഉഅക്കിദ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ, അൻ തഖ്താറ തിരഞ്ഞെടുക്കാൻ, അഫ്ളൽ ഫവാക്കിഹി നല്ല ഫ്രൂട്ട്സുകൾ. അഫ്ളൽ എന്ന് പറഞ്ഞാൽ നല്ലത്, അൽ ഫവാക്കി നല്ല ഫ്രൂട്ട്, നല്ല ഫ്രൂട്ടുകൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. അലം ഉഅക്കിദ്, അലം അലം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡാണ്. അലം ഉഅക്കിദ്, ഞാൻ ശക്തമായി നിന്നോട് നിഷ്കർഷിക്കുക. ഉഅക്കിദ് എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക, നിഷ്കർഷിക്കുക എന്നൊക്കെ പറയാം. പറഞ്ഞിട്ടില്ലേ അലൈക്ക നിന്നോട്, അൻ തഖ്താറ തിരഞ്ഞെടുക്കാൻ, നല്ല ഫ്രൂട്ട് കൊണ്ടുവരാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. ഇബ്രാഹിം, ബല അതെ. അലുന്നു അന്നി ഫയൽത്തു, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്.
അപ്പോൾ ഈ ഇരിക്കുന്ന ഫ്രൂട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം കൊണ്ടുവന്നതാണ് തോട്ടത്തിൽ നിന്ന്, അല്ലേ? ആര് പറഞ്ഞിട്ട്? നമ്മുടെ തോട്ട യജമാനത്തി പറഞ്ഞിട്ട്. പക്ഷേ ആ ഫ്രൂട്ട് തിന്നു നോക്കുമ്പോൾ അതൊക്കെ പുളിക്കുന്നതാണ്. അതിലുള്ള ആപ്പിളാണെങ്കിലും മുന്തിരിയാണെങ്കിലും ഒക്കെ പുളിക്കുന്നതാണ്, ഹാമിളാണ്. അപ്പോൾ ഈ പിന്നെ ഉടമസ്ഥ ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ നല്ല ഫ്രൂട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ എല്ലാം പുളിക്കുന്നതാണല്ലോ കൊടുന്നത്, നിന്നോട് ഞാൻ നല്ലതല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഞാൻ നല്ലതാണ് എന്നാണ് വിചാരിച്ചത്, പുളിയുള്ളതാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഫഹാദ തുഫാഹുൽ ഹാമിദ് വൽ ഐനബുൽ ഹാമിദ്. അപ്പോൾ മാലിക്കത്ത് ചോദിക്കുകയാണ്, ഫഹാദ തുഫാഹും, അപ്പോൾ ഈ ആപ്പിളും വൽ ഐനബു, ഈ മുന്തിരിയും അൽ ഹാമിദ് പുളിക്കുന്നുണ്ടല്ലോ, ഇത് പുളിക്കുന്നതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം പറയാണ്, ലഅല്ലി അഖ്തഅ്തു യാ സയ്യിദത്തി, മാഡം എനിക്ക് തെറ്റുപറ്റിയതായിരിക്കാം, ഞാൻ വിചാരിച്ചത് നല്ലതാണ് എന്നാണ്, പക്ഷേ എനിക്ക് തെറ്റ് സംഭവിച്ചതായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മഴത്തൂക്ക് പറയാണ്, മൂലയിൽ മഴത്തൂക്കുണ്ടല്ലോ, ഇതിൻ്റെ തോട്ടത്തിൻ്റെ സൂപ്പർവൈസറും ഉണ്ടല്ലോ, അപ്പം അദ്ദേഹം പറയാണ്, യാ സയ്യിദത്തി, മാഡം വൈറ മഴക്കൂലിൻ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണ്. കാരണം ഓനക്ക് തെറ്റ് പറ്റുക, ഓനക്ക് എങ്ങനെയാണ് തെറ്റ് പറ്റുക? ലഖദ് സ്വാറ ഇന്ധന ആമൻ വ നിസ്ഫ ആമിൻ, ലഖദ് സ്വാറ അവൻ ആയിട്ടുണ്ട്, ഇന്ധന നമ്മുടെ അടുക്കൽ, നമ്മുടെ ഈ തോട്ടത്തിൽ അവൻ ആയിട്ടുണ്ട്, ആമൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷം, വ നിസ്ഫ ആമിൻ ഒരു കൊല്ലത്തിൻ്റെ പകുതിയും. അപ്പം എത്രയായി? ഒരു കൊല്ലവും ഒരു കൊല്ലത്തിൻ്റെ പകുതിയും 1.5 കൊല്ലം നമ്മുടെ ഈ തോട്ടത്തിൽ അവൻ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് വലാ യുമയ്യിസു ബൈനൽ ഹുൽവി വൽ ഹാമിലി, അവന് മധുരമുള്ള, വലാ യുമയ്യിസു അവനക്ക് വേർതിരിച്ചറിയില്ല, ബൈനൽ ഹുൽവി, ഹുൽവ് എന്ന് പറഞ്ഞാൽ മധുരം, വൽ ഹാമിൽ പുളിയുള്ള ആപ്പിളാണോ മധുരമുള്ള ആപ്പിളാണോ എന്ന് അവനക്ക് 1 കൊല്ലം നമ്മുടെ ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു ആപ്പിള് കണ്ടാൽ അത് മധുരമുള്ളതാണോ പുളിയുള്ളതാണോ എന്ന് ഇപ്പോഴും തിരിച്ചറിയില്ല എന്ന് അവൻ പറഞ്ഞാൽ അത് ഗൈറ മഅഖൂലിൻ ബുദ്ധിക്ക് യോജിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നർത്ഥം. മനസ്സിലായോ? 1 കൊല്ലം ഇപ്പോൾ നിങ്ങൾ പറയാണ്, പിന്നെ 3 കൊല്ലം പിന്നെ CH സ്കൂളിൽ പഠിച്ചിട്ട് CH സ്കൂളിൻ്റെ മുറ്റത്തുള്ള കിണർ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു കിണറുണ്ട്, 3 കൊല്ലം 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും മീൻസ് കൂട്ടിക്കോ, 3 കൊല്ലം നമ്മുടെ CH സ്കൂളിൽ പഠിച്ചിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തുള്ള കിണർ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതേപോലെ 1.5 വർഷം ഇബ്രാഹിം ഇബ്നു അദ്ഹം നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു പുളിയുള്ള ആപ്പിളാണ്, ഒരു ആപ്പിൾ കണ്ടാൽ അത് പുളിയുള്ളതാണോ? കാരണം 1.5 കൊല്ലമൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ തോട്ടത്തിൽ പഴങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്നൊക്കെ കഴിക്കൂലേ, ഇടയ്ക്കൊക്കെ കഴിക്കൂലേ? അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ നിറമുള്ളതാണെങ്കിൽ പുളിയുള്ളതാണ്, ഇന്ന നിറമുള്ളതാണെങ്കിൽ മധുരമുള്ളതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത്രയും 1.5 വർഷം ജോലി ചെയ്തിട്ടും ഇവന് പുളിയുള്ളതാണോ മധുരമുള്ളതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഗൈറ മഅഖൂൽ ബുദ്ധിക്ക് നിരക്കാത്തത് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് എന്ന് മഴത്തൂക്ക് പറയണം. അപ്പോൾ ഇബ്രാഹിം അവിടെ നമ്മൾ പറയില്ലേ ബബ്ബ പറയുന്നു, ഞാൻ എന്ന് പറഞ്ഞിങ്ങാണ്ട് അവിടെ നിർത്തി. അപ്പം മാലിക്കത്ത് പറയാണ്, അന്തമാത നീ എന്താ പറയുന്നത്? തക്കല്ലം, നീ സംസാരിക്ക്, നീ എന്താ ഞാൻ എന്ന് പറഞ്ഞിങ്ങാണ്ട് നിർത്തുന്നത്? നീ പറയാനുള്ളത് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അന ലം അതുഖ് ഷൈഅൻ, ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല, ഷൈഅൻ ഒരു വസ്തുവും, മിമ്മാ ഫിൽ ബുസ്താനി, ഈ 1.5 കൊല്ലം ഞാൻ ജോലി ചെയ്തത് ശരിയാണ്, പക്ഷേ ഈ 1.5 കൊല്ലത്തിനിടക്ക് ഇതുവരെയും ആ തോട്ടത്തിലുള്ള ഒരു പഴവും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് ഇബ്രാഹിം പറഞ്ഞു. അപ്പോൾ മാലിക്കത്ത് പറഞ്ഞു, തവാല ഹാദിഹിൽ മുദ്ദത്തി ലം തദുക്ക് ഷൈഅൻ, ഒരു അത്ഭുതത്തോട് പറയാണ്, തവാല ഹാദിഹിൽ മുദ്ദത്തി, ഈ നീണ്ട കാലം നീ ജോലി ചെയ്തിട്ട് ലം തദുക്ക് ഷൈഅൻ, ഒരു പഴം പോലും നീ തിന്നിട്ടില്ലാന്നോ? 1.5 കൊല്ലം ജോലി ചെയ്തിട്ട് നമ്മളൊക്കെ തോട്ടത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇഷ്ടം പോലെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും, അല്ലേ? ഇബ്രാഹിം പറയാണ്,
1.5 കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ ഞാൻ ഇതുവരെയും ഒരു പഴം പോലും അതിൽ നിന്ന് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടുകൂടി യജമാനത്തി പറയാണ്, നീണ്ട കാലം, തോല ഹാദിഹിൽ മുദ്ദ, ഈ ദീർഘമായ കാലം, തൊവാല ഹാദിഹിൽ മുദ്ദത്തി എന്ന് പറഞ്ഞാൽ ഈ ദീർഘമായ കാലം നീ ജോലി ചെയ്തിട്ടും ലം തതുക്ക് ഷെയ്യൻ, ഒരു പഴം പോലും കഴിച്ചിട്ടില്ലേ? ആ മയത്തൂക്ക് പറയുക, അജീബുൻ വല്ലാ, അജീബുൻ വല്ലാ എന്ന് പറഞ്ഞാൽ അറബികളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അജീബുൻ, അത്ഭുതം തന്നെയാണ്, വല്ലാഹി. നമ്മളിങ്ങനെ ഒന്ന് ആക്കിങ്ങാണ്ട് പറയില്ലേ, ഓ ഭയങ്കര അത്ഭുതം തന്നെയാണ്, വല്ലാഹി, അള്ളാനെ തന്നെ ഭയങ്കര അത്ഭുതം തന്നെയാണ്. ലീമ ഹാദൽ കദിബു യാ ഇബ്രാഹിം, എന്തിനാ ഇബ്രാഹിം ഇങ്ങനെ കളവ് പറയുന്നത്? ഇബ്രാഹിം എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? 1.5 കൊല്ലത്തോളം ജോലി ചെയ്തിട്ട് ഈ തോട്ടത്തിൽ നിന്നിട്ട് ഒരു പഴം പോലും നീ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് എന്ന് ഇബ്രാഹിമിനോട് മഴത്തൂക്ക് പറയാം. ഇബ്രാഹിം വല്ലാഹി മാ കദബ്തു, ഇബ്രാഹിം പറയാണ്, വല്ലാഹി, അള്ളാനെ തന്നെയാണ്, മാ കദബ്തു, ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. മഴത്തൂക്ക് ഹാദിഹി കദ്ബത്തുൻ സാനിയ, ഈ പറഞ്ഞ രണ്ടാമത്തെ കളവാണ്. ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, ആദ്യം പറഞ്ഞതോ കളവ്, ഇപ്പോൾ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതോ അത് രണ്ടാമത്തെ കളവ്. ഹാദിഹി കദ്ബത്തുൻ സാനിയ, ഇത് രണ്ടാമത്തെ കളവാണ്. ഫലിമ ത്വലബ്ത മിന്നി ഖത്അ ദറാഹിമ മിൻ മആഷിക, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചല്ലോ, ഒരു സ്ത്രീ വന്നു, ആ സ്ത്രീക്ക് പിന്നെ ഒരു ആപ്പിളും മുന്തിരിയൊക്കെ കൊടുത്ത് പറഞ്ഞില്ലേ, എന്നിട്ട് അതിൻ്റെ വിലയായിട്ട് 1.5 ദിർഹം കട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാമെന്നൊക്കെ ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ലേ? അപ്പോൾ ഈ മഴത്തൂക്ക് പറയാണ്, ഫലിമ തൊലബ്ത, ഫലിമ പിന്നെ എന്തുകൊണ്ടാണ്, തൊലബ്ത നീ ആവശ്യപ്പെട്ടത്, മിന്നി എന്നോട്, ഖത്അ ദറാഹിമ നിൻ്റെ ദിർഹം, നീ മാഷിക്ക നിൻ്റെ ശമ്പളത്തിൽ നിന്ന് നിൻ്റെ ദിർഹമുകൾ കട്ട് ചെയ്യാൻ നീ ആവശ്യപ്പെട്ടല്ലോ, സമനൻ ലിൽ ഫാക്കിയത്തി ഫ്രൂട്ട്സിനുള്ള വിലയായിട്ട്, തെസ്തരി. അപ്പോൾ മുമ്പ് ഈ ഇബ്രാഹിം ഫ്രൂട്ട് വാങ്ങിയിട്ട് ആ ഫ്രൂട്ടിനുള്ള വില അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി മഴത്തൂക്കിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഴത്തൂക്ക് വിചാരിച്ചത് എന്താണ്, ഈ ഇബ്രാഹിം ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് വാങ്ങിയതാണ്, ആ വാങ്ങിയ ഫ്രൂട്ടിൻ്റെ പൈസയാണ് കട്ട് ചെയ്യാൻ പറഞ്ഞത് എന്നാണ് മഴത്തൂക്ക് വിചാരിച്ചത്. സത്യത്തിൽ ആ ഫ്രൂട്ട് ആർക്ക് വാങ്ങിക്കൊടുത്താണ്? ഇബ്രാഹിം കഴിക്കാൻ വേണ്ടിയാണോ? അല്ല, മറിച്ച് ആർക്ക് വേണ്ടിയായിരുന്നു? ആ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ മഴത്തൂക്ക് കളിയാക്കിയിട്ട് പറയാണ്, അന്ന് നീ എന്നോട് ശമ്പളം കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സിൻ്റെ വിലയായിട്ട്, അപ്പോൾ അത് നീ കാശ് കൊടുത്ത് എൻ്റെക്കുന്ന് ഈ തോട്ടത്തിൽ നിന്ന് ഫ്രൂട്ട് വാങ്ങിയിട്ട് നീ വലിച്ചെറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൂട്ട് വാങ്ങിയത്, അങ്ങനെ കളിയാക്കിയിട്ട് ചോദിക്കില്ലേ, നീ പിന്നെ ഇത് വലിച്ചെറിയാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്? തെഷ്തരി നീ വാങ്ങുക, ഇപ്പോൾ തെർമി പിന്നെ നീ പുറത്ത് ചാടാൻ വേണ്ടിയിട്ടാണോ നീ വാങ്ങിയത് എന്ന് ഈ മഴത്തൂക്ക് ചോദിക്കുകയാണ്. അപ്പം മാലിക്കത്ത് പറയാണ്, മാതാ തഖൂലു അയ്യുഹൽ ഹാരിസ്, ആ സമയത്ത് യജമാനത്തിയായ പെണ്ണ് പറയാം, മാതാ തഖൂലു അയ്യുഹൽ ഹാരിസ്, എന്താണ് ഹാരിസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇബ്രാഹിം അർജുക്കിയ സയ്യിദത്തി, മാഡം പ്ലീസ്, സോറി, ഇബ്ഹസി ഹാരിസൻ ഗൈരി, ഇബ്ഹസി നിങ്ങൾ അന്വേഷിച്ചോ, ഹാരിസൻ ഗൈരി മറ്റൊരു ഹാരിസിന്, ഹാരിസ് മീൻസ് കാവൽക്കാരൻ, മനസ്സിലായോ, മറ്റൊരു കാവൽക്കാരൻ നിങ്ങൾ അന്വേഷിച്ചോ. അന ലാ അസ്ലുഹുലി ഹാദിഹിൽ മിഹിനത്ത് ജോലി, ഈ ജോലിക്ക് എന്നെ പറ്റുകയില്ല എന്ന് പറഞ്ഞു. യഗ്റുബു ഇബ്രാഹിം അവിടെ നിന്ന് പോയി, സ്റ്റേജിൽ നിന്ന് പോവാണ്, മിനൽ മസ്രഹി സ്റ്റേജിൽ നിന്ന്, വൽ ബാക്കൂന യൻളുറൂന ഇലൈഹി ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ്. അസിത്താർ കർട്ടൻ താഴുന്നു, കർട്ടൻ അതോടുകൂടി താവുകയാണ്. അപ്പോൾ ഭാഗം 2 കഴിഞ്ഞു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകളാണ്, വേഗം ശ്രദ്ധിക്കുക. നുറാജു നമുക്ക് റിവൈസ് ചെയ്യാം, അന്നസ്വ പാഠഭാഗം, നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, അത്തസ്രീഹാത്തി സ്വഹീഹത്തി വൽ ഖാത്തിയത്തി തെറ്റായ മെസ്സേജുകൾ, അതേപോലെ ശരിയായ സെൻറ്റൻസുകളും, ശരിയായതും തെറ്റായതുമായ സെൻറ്റൻസുകൾ ഏതൊക്കെയെന്ന് ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് ശരിക്ക് നേരെ കള്ളിയിൽ ശരി ഇട്ട് കൊടുക്കാം, തെറ്റായതിന് നേരെ തെറ്റും ഇട്ട് കൊടുക്കാം. നോക്കാം.
കാന തുഫാഹു ആപ്പിൾ ആയിരുന്നു, വൽ റൈനബു മുന്തിരിയുമായിരുന്നു, ഹാമിലൻ പുളിയുള്ളതായിരുന്നു. ശരിയോ തെറ്റോ? ശരി, ഓക്കെ. ഒന്നാമത്തെ ശരി. ലം യദുഖ് ഹാരിസു ഇബ്രാഹിം അദ്ഹം കാവൽക്കാരനാണല്ലോ, ആ ഹാരിസ് രുചിച്ചു നോക്കിയിട്ടില്ല. കത്തുൻ തീരെ തന്നെ രുചിച്ചു നോക്കിയിട്ടില്ല. മിൻ ഫവാക്കിഹി ബുസ്താനി തോട്ടത്തിലെ ഫ്രൂട്ട്സുകളിൽ നിന്ന് ഒന്നും തന്നെ ആ രുചിച്ചു നോക്കിയിട്ടില്ല, ഹാരിസ് രുചിച്ചു നോക്കിയിട്ടില്ല. ശരിയോ തെറ്റോ? ശരി അല്ലേ. 3. അമില ഇബ്രാഹിം ജോലി ചെയ്തു ഫിൽ ബുസ്താനി തോട്ടത്തിൽ ആമൻ ഒരു വർഷം. ശരിയാണോ? അല്ല. എന്താണ്? ആമൻ വ നിസ്ഫ് ആമിൻ 1.5 കൊല്ലം ഉണ്ട്, ഒരു കൊല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. കാന ഇബ്രാഹിം ആയിരുന്നു യഹുദുൽ ഫാക്കിഹത്ത യഹുദു അദ്ദേഹം എടുത്തിരുന്നു അൽ ഫാക്കിഹത്ത ഫ്രൂട്ട്സുകൾ ലിനഫ്സിഹി അദ്ദേഹത്തിനേക്ക് കഴിക്കാൻ വേണ്ടിയാണ് എടുത്തിരുന്നത്. ശരിയോ തെറ്റോ? തെറ്റാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഫ്രൂട്ട് പോലും അതിൽ നിന്ന് എടുത്തിട്ടില്ല. ലാസ്റ്റത്തത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു, ലാസ്റ്റത്തത് നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യാം. തറക്ക ഇബ്രാഹിം മെഹിനത്തൽ ഹാരിസ് തറക്ക ഇബ്രാഹിം മെഹിനത്തൽ ഹാരിസ്. അത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് തറക്കൻ്റെ വേണമെങ്കിൽ പറഞ്ഞാൽ, തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. മനസ്സിലായോ? ഇനി ബാക്കി നിങ്ങൾ മെഹിനത്തിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നുഅബ്ബിറു തസറുഫാത്തി ഹസബൽ ഇർഷാദാത്തി താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്ക് വായിച്ച് പരിഗണിക്കാം. അലം ഉ അക്കിദിക്ക നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അൻ അഖ്താറ അഫ്ദൽ ഫവാക്കിഹി നല്ല ഫ്രൂട്ട്സുകൾ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഈ കമൻറ്റ് ആര് പറഞ്ഞതാണ്? ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥ ആരോട് പറഞ്ഞതാണ്? ഇബ്രാഹിമിനോട് പറഞ്ഞതാണ്. ഇത് എങ്ങനെയായിരിക്കും പറഞ്ഞത്? അത്ഭുതത്തോടു കൂടിയാണ് പറഞ്ഞത്? പരിഹസിക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത്? അല്ല, ദേഷ്യത്തോടു കൂടിയാണ് അല്ലേ. അപ്പോൾ ഇതങ്ങനെ പറഞ്ഞു നോക്കണം. അത് നിങ്ങളങ്ങനെ പറഞ്ഞു നോക്കുക, ദേഷ്യത്തോടു കൂടി. അലം മുഅക്കിദ് അഖ്താറ അഫ്ദൽ ഫവാക്കിഹി എന്നോട് ഞാൻ നല്ല ഫ്രൂട്ടുകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ലേ. അടുത്ത കമൻറ്റ്. ലഖദ് സ്വാറ ഇന്ധന ആമൻ വ നിസ്ഫ ആമിൻ വലാ യുമയ്യിസു ബൈനൽ ഹാമിൽ വൽ ഹൽവി 1.5 വർഷം ഇവിടെ നീ ജോലി ചെയ്തിട്ട് നിനക്ക് പുളിയുള്ളതും മധുരമുള്ളതും തിരിച്ചറിയില്ല അല്ലേ? നിനക്ക് തിരിച്ചറിയില്ല അല്ലേ? ഇത് ദേഷ്യത്തോടെ പറഞ്ഞത് അല്ല, ഇസ്തിഹ്സാൻ പരിഹാസത്തോടു കൂടിയാണ് പറഞ്ഞത്. 1.5 കൊല്ലം ഇവിടെ നിന്നിട്ട് നിനക്ക് ഈ തോട്ടത്തിലെ ഫ്രൂട്ടിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയില്ലേ, ഒരു പരിഹാസമായിട്ട്. 3-ാമത്തെ കമൻറ്റ്. ത്വവാല ഹാദിഹിൽ മുദ്ദ ലം തദുക്ക് ഷൈഅൻ ദീർഘകാലം ഇവിടെ 1.5 വർഷത്തോളം ഇവിടെ നിന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഫ്രൂട്ട് പോലും നീ തിന്നിട്ടില്ല. വല്ലാത്ത അത്ഭുതം തന്നെ. ഇത് എങ്ങനെ പറഞ്ഞതാണ്? മുതഅജ്ജബൻ അത്ഭുതത്തോടു കൂടി പറഞ്ഞത് അല്ലേ. അടുത്ത വർക്ക് നോക്കാം. നഖ്റഉൽ തറാക്കിബ അൽ ആത്തിയ വനസ്തഖ്ദിമുഹ ഫി ജുബലി മിൻ ഇൻദിന താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാം. എന്തൊക്കെയാണ് കൊടുത്തത്? അലം ഉഅക്കിദുക നിന്നോട് ഞാൻ ശക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ. 2-ാമത്തത് അദുന്നു അന്നീ ഫഅൽതു ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് വിചാരിക്കുന്നു. നമ്മളോടൊക്കെ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത് എന്ന്. ലഅല്ലി അഖ്തഅതു എനിക്ക് തെറ്റ് സംഭവിച്ചതായിരിക്കാം. അടുത്തത് ഗൈറ മഅഖൂൽ നേരത്തെ നമ്മൾ പറഞ്ഞു, വിശ്വസിക്കാൻ കഴിയാത്തതാണ്, അവിശ്വസനീയമാണ്. അടുത്തത് അജീബുൻ വല്ലാ അള്ളാഹനെ തന്നെയാണ് അത്ഭുതം.
ത്വവാല ഹാദിഹിൽ മുദ്ദത്തി, ഈ നീണ്ട കാലം, അർജൂക്ക യാ സയ്യിദത്തി സയ്യിദി, അർജൂക്ക യാ സയ്യിദി, എൻ്റെ യജമാനനെ, സോറി, മനസ്സിലായി. ഇവകൾ നമുക്കൊന്ന് വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കാം. എങ്ങനെ പ്രയോഗിക്കാം? നോക്ക്. അലം അക്കിതുക്ക എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അലം അക്കിതുക്ക, ഞാൻ നിന്നോട് ശക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? അല്ലാ തക്ദീബ്, നീ കളവ് പറയരുത് എന്ന് നിന്നോട് ഞാൻ കർശനമായിട്ട് പറഞ്ഞിട്ടില്ലേ? അതാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. മനസ്സിലായോ? മറ്റൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നർത്ഥം. ലഅല്ലി അഖ്തഅ്തു ഫിൽ അദദി, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളതാണ്, അതുകൊണ്ടത് നോട്ട് ചെയ്ത് പഠിക്കണം. അലുന്നു അന്നി ഫഅൽതു, ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ നേരെ അതിൻ്റെ താഴെയാണ് വരുന്നത് കേട്ടോ. മൂന്നാമത്തതാണ് വരുന്നത്, രണ്ടാമത്തതിൻ്റെ മൂന്നാമത്തതാണ്. അലുന്നു അന്നി കുംതു ബി വാജിബി, അലുന്നു ഞാൻ ഭാവിക്കുന്നു, അന്നി കുംതു ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന്, ബി വാജിബി എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലാലി അഖ്തൗതു, എനിക്ക് പിഴവ് സംഭവിച്ചേക്കാം. ലാലി അഖ്തൗതു ഫിൽ അദദി, ഞാൻ എണ്ണിയതിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ എണ്ണാണ്, ആ എണ്ണുന്നതിൽ കൗണ്ട് ചെയ്യാണ്, ആ കൗണ്ട് ചെയ്യുന്നതിൽ എനിക്ക് പിഴവ് സംഭവിച്ചേക്കാം. വൈറ മഴക്കൂലിൻ, വൈറ മഴക്കൂൽ എന്താ അർത്ഥം പറഞ്ഞത്? അവിശ്വസനീയം. ഹാദസിയറു, ഈ വില, വൈറ മഴക്കൂലിൻ, എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഈ സാധനത്തിന് ഇത്ര വിലയുള്ളൂ എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അജീബുൻ വല്ലാ, അള്ളാനെ തന്നെ വല്ലാത്ത അത്ഭുതം. മനാദിർ കശ്മീർ, കാശ്മീരിൻ്റെ കാഴ്ചകൾ, അജീബുൻ വല്ലാ, അള്ളാനെ തന്നെ അത്ഭുതം തന്നെയാണ്. തിവാല ഹാദിഹിൽ മുദ്ദത്തി, ഈ ദീർഘകാലം, കുൻതു അദർസു തിവാല ഹാദൽ ലൈലി, ഈ നീണ്ട രാത്രി ഞാൻ പഠിക്കുകയായിരുന്നു. അർജൂക്കയാ സയ്യിദി, അർജൂക്കയാ ഉസ്താദി, പ്ലീസ് മാഷേ സാർ പ്ലീസ്, സാമിഹിനി ഹാദിഹിൽ മറ, ഒരു പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കുമോ? മനസ്സിലായോ? ഇത്രയാണ് ഈ ഇതിലുള്ള വർക്ക്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാം ഭാഗം പഠിക്കണം. അസ്സലാമു അലൈക്കും.